ഹലോ കൂട്ടുകാരെ, അപ്പോഴേ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ഡോറ ഇന്നലെ കിട്ടിയ ആ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആ പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേ, എപ്പോഴും ഡോറ മേക്കപ്പ് ചെയ്തല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ കൂടുതൽ. അപ്പോൾ ഇന്ന് വിചാരിച്ച് ഈ ഡ്രസ്സിന് പറ്റിയ ചെറിയൊരു മേക്കപ്പ് ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇപ്പോൾ ഭയങ്കര മഴ കേട്ടോ ഇവിടെ. വെളിയിലെല്ലാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചത് ഈ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് ഡോറേനെയാണെങ്കിൽ പുറത്ത് നിർത്തി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വിചാരിച്ചു. പക്ഷെ മഴ പറ്റുന്നില്ല. രാത്രി വെളുപ്പിനെല്ലാം മഴയായിരുന്നു. രാത്രി എന്തൊരു മഴയായിരുന്നു ഇന്നലെ, കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും മേക്കപ്പ് ഇട്ടതിന് ശേഷം മഴ തോരുവാണെങ്കിൽ നമ്മൾ ഡോറേനെ വെളിയിലോട്ട് ഇറക്കിയിട്ട് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്തും. അതെല്ലാം ഉണ്ടെങ്കിൽ അകത്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടായിരിക്കും. അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഡോറയുടെ അഭ്യർത്ഥിക്കുകയാണ് പൊട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ വൈപ്സ് കൊണ്ട് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് പോട്ടെ. ഞാൻ ഉപയോഗിക്കുന്നത് ഹുദാട മോയ്സ്ചറൈസ് ക്രീമാണ്. അല്ല സോറി, മോയ്സ്ചറൈസർ അല്ല. അയ്യോ, ഇതിൻ്റെയൊക്കെ പേരും മറന്നുപോയി. പ്രൈമറേ. അപ്പോൾ കുറച്ചെടുക്കാം. പ്രൈമർ ഇടുന്ന നല്ല അടി. മേക്കപ്പ് ഇടുന്ന ബേസ് ക്ലിയർ ആവണമെങ്കിൽ പ്രൈമർ വേണം. അപ്പോൾ എന്നിട്ട് ഒരു ബ്രഷ് കൊണ്ട് നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല തണുപ്പ്. ഇതിപ്പോൾ ഞാൻ 2ാം തവണയായിട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അത് പക്ഷേ അടിപൊളിയായിരുന്നു. ഇടുമ്പോഴേ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സ്കിന്നൊക്കെ. നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയത്. അത്രയ്ക്ക് നല്ലതായിരുന്നു. പക്ഷെ അത് ഇവിടെ കിട്ടുന്നില്ല. ഞാനത് ചെന്നൈ പോയ സമയത്ത്, ചെന്നൈയിൽ എനിക്ക് പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചതായിരുന്നേ. ഇവിടെ അത് തപ്പിയിട്ട് എവിടെ എനിക്കത് കിട്ടിയില്ല. അതിടാം. സെറ്റ് ആവാൻ വേണ്ടി വെക്കാം നമുക്ക് ഫേസിലേക്ക്. അതൊന്ന് ചെന്നിരുന്നോ? അപ്പോൾ പ്രൈമറിന്റെ പണി കഴിഞ്ഞു. ഇനി ഒന്ന് ജസ്റ്റ് സെറ്റ് ആവട്ടത്. കണ്ണടക്കി മേലോട്ട് നോക്ക്. കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് മേലോട്ട് വാങ്ങാനാ? എൻ്റെ അതല്ലേ എടുത്ത് കളയാൻ. അത് മറക്കണം. ഇനി നമുക്കത് സ്മജ് ചെയ്ത് കൊടുക്കാം. കണ്ണിനകത്തോട്ട് കൊള്ളത്തില്ല. അല്ല, തുറന്നേ, മേലോട്ട് നോക്കി. നമ്മളത് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളേ, സെറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് നമ്മളത് വിടണം. എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസീലർ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് എന്താ പറയുന്നത്, സെറ്റ് ചെയ്ത് അങ്ങ് വിടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അധികമായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ആ കണ്ണിൻ്റെ താഴെ എന്തായാലും ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അധികമായിട്ടുള്ള പ്രൊഡക്റ്റ് ആ ലൈൻസിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് അതങ്ങനെ ഫില്ലായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊക്കെ ആരെങ്കിലും വന്ന് നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആ സാധനം ഇട്ടേക്ക് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കൺസീലർ എപ്പോഴും ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്യാനായിട്ട് വിടുക. ആ ഡ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അതൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാവേ ഒന്ന്. അപ്പോൾ നമുക്കിതൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ നമ്മൾ സ്മജ് ചെയ്യുന്ന സമയത്ത് ഈ അധികമായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഇനി പോരും. ഒരു ചെറിയ തിൻ ലെയർ മാത്രം അവിടെ അപ്പോൾ ഉണ്ടാവുക. അതിനാണ് നമ്മളിങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കുന്നത് വീണ്ടും.
ഈ പ്രൈമറിൻ്റെ ആണോന്ന് അറിയത്തില്ല. ഇതിപ്പോൾ 2 തവണ യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി. നമ്മളെന്തെങ്കിലും ക്രീമോ കാര്യങ്ങളോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പിരി പോലെ വരും. പക്ഷേ നേരത്തെ പ്രൈമറിനൊന്നും അങ്ങനത്തെ ഉള്ളൊരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ കൺസീലർ ഇട്ടത് ജസ്റ്റ് ക്ലീനപ്പ് ചെയ്തില്ലേ, ക്ലീനപ്പ് എന്ന് വെച്ചാൽ അതൊരു തിൻ ലെയറാക്കി സ്മജ് ചെയ്ത് നമ്മൾ മാറ്റിയില്ലേ, അപ്പം ഈ പിരി പോലെ ചെറിയ ചെറിയ തരികൾ പോലെ വരുന്നുണ്ട്. അത് ഈ പ്രൈമർ ഉണങ്ങി കഴിയുമ്പം എനിക്ക് 1-2 വട്ടം ഇങ്ങനത്തെ അനുഭവം വന്നു കേട്ടോ. ഞാൻ അന്ന് ആര്യയുടെ കല്യാണത്തിന് പോയതിൻ്റെ സമയത്തും അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഇത് ഇപ്പോഴും ഈ ഒരു അനുഭവം ഉണ്ടായി. ഒന്ന് കാണിച്ചേ. അപ്പം വളരെ തിൻ ലെയറായിട്ട് ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് ഹൈഡ് ആയിട്ടുണ്ട്, കണ്ട, വളരെ ലൈറ്റായിട്ട് മാത്രം. ഇനി നമുക്കാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ ഈ ഫസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാവേ. ജസ്റ്റ് ഒരു ലൂസ് പൗഡർ ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അതിന് ഞാൻ എടുക്കുന്നത് ബനാന പൗഡറാണ്, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പൗഡർ ഇടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഇതാണ്, കണ്ടല്ലോ. നല്ല സോഫ്റ്റ് ബ്രഷ് ആട്ടോ, കണ്ട. അതുപോലെ വളരെ ലൈറ്റ് എമൗണ്ടേ ഞാൻ എടുക്കത്തുള്ളൂ പൗഡർ. അത് എടുത്തതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അധികമുള്ള പ്രൊഡക്റ്റ് എല്ലാം തട്ടിക്കളയും, കണ്ടാണ്. എന്താ അങ്ങനെയാണ് പൗഡർ ഉണ്ടാകാൻ അറിയത്തില്ലേ. കണ്ണു മേലോട്ടാക്കി. ഒന്ന് കാണിച്ചേ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ താഴത്തെ ആ കറുപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് കുറച്ച് ഹൈഡ് ആയിട്ടുണ്ട്. ഫേസിലൊരു ചെറിയ ഫ്രഷ്നെസ് ഫീൽ കിട്ടുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള ഇതൊക്കെ പോയപ്പോഴത്തെ. പിന്നെ ഒരു എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡാസ്ലറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റായിട്ടോ, കണ്ടില്ലേ. ഇത് ഞാൻ കൊറ്റംകുളങ്ങര വിളക്കെടുപ്പിന് ഒരാളെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയി മേടിച്ചതാണ്. അയാളുടെ സ്കിൻ ടോണിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ മേടിച്ചതാണ്. എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ വേറെയും പലതും ഉണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. അയാളുടെ സ്കിൻ ടോണിന് പറ്റിയ രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റാണ്. നമുക്കിത് കുറച്ച് ഡോറയുടെ സ്കിൻ ടോണിന് പറ്റിയ രീതിയിലോട്ട് മാറ്റണം. അതിന് ഞാൻ നമ്മുടെ കൺസീലറിൻ്റെ തന്നെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എന്താ വരാത്ത കുറച്ച് ഫൗണ്ടേഷൻ നമുക്ക് എടുക്കാം. കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഡാർക്ക് കളർ കൺസീലർ ആഡ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോറയുടെ സ്കിൻ ടോണിന് പറ്റിയ കളർ കിട്ടും കേട്ടോ. നമുക്കതൊന്ന് ചെയ്യാവേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു കൺസീലറാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഈ ഒരു കൺസീലർ ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ഡാർക്ക് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൈറ്റനിങ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിപ്പം ഡോറയുടെ സ്കിൻ ടോണിനേക്കാളും ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺസീലർ വേണം. അപ്പോൾ തന്നെ കണ്ടല്ലോ, ഏകദേശം ഡോറയുടെ ആ സ്കിൻ ടോണിന് പറ്റിയ ഒരു കളറിലോട്ട് നമ്മുടെ ഫൗണ്ടേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ബ്രഷിൽ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്. അത് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അധികമായിട്ടുള്ള ഫൗണ്ടേഷൻ പോകത്തില്ല. ഈ അധികമായിട്ടുള്ള ഫൗണ്ടേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഫേസിൽ ക്രാക്ക് വീഴും, അതുപോലെ തന്നെ കേക്കി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. വളരെ ലൈറ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലോട്ട് ആക്കിയതിന് ശേഷമാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ അത്തപ്പൂ ഇട്ടു. ഇനി നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവേ. കിടന്നോ, കണ്ണടയ്ക്ക്.
പിന്നെ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ഇടുമ്പം ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ബ്രഷിലോട്ട് ഫൗണ്ടേഷൻ എടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഫേസിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് എന്താവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അധികമായിട്ട് പ്രൊഡക്റ്റ് നമുക്ക് ചിലവാകും, അതുപോലെ തന്നെ ഫേസിൽ ഒരുപാട് പ്രൊഡക്റ്റ് കയറും. അപ്പം ഈ കയ്യിലോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റിലോ എടുത്തിട്ട് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് പോവില്ല, പിന്നെ ഒത്തിരി പ്രോഡക്റ്റ് നമ്മുടെ ഫേസിലേക്കും ആവത്തില്ല. നമുക്ക് പ്രൊഡക്റ്റും സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ കയറിയിട്ട് കേക്കി ആയിട്ടോ അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു രീതിയിലോ ഒന്നും ഇരിക്കത്തില്ല. നിങ്ങൾക്ക് ഇതാണ്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഡോറയുടെ ഫേസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയ ഇതായിട്ട് തോന്നുന്നില്ല, പക്ഷേ സംഗതി ഞാൻ കാണിച്ചു തരാം. എന്താ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കണ്ട, ഇത് നമ്മുടെ പ്രൈമർ ഇടുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇത് ഫേസിൽ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് കണ്ട. ഇതിനിപ്പോൾ ബ്രഷ് വെച്ച് ഞാൻ മൊത്തം തൂത്തുകളാണ്. ഈ പ്രൈമറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഈ പ്രൈമർ എനിക്ക് ഇപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രൈമർ ഏതാണെന്നുള്ളത്. അയ്യോ എന്ത് ചെയ്യും, ഇതാണ് പ്രൈമർ. എൻ്റെ പേര് ബ്ലറായിട്ടാണ് കാണുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു പ്രൈമർ ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ പൗഡറിൻ്റെ ബ്രഷ് കൊണ്ടിട്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം അത് ഫേസിലെല്ലാം ഒരുമാതിരി ഇരിപ്പുണ്ട്, എല്ലാം ഒന്ന് തൂത്ത് കളയാം. എന്താ ഈ ഒരു പ്രൈമറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് ഇതാ കേട്ടോ. ഈ പ്രൈമർ ഇടുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനത്തുള്ള അനുഭവം വന്നിട്ടുള്ളൂ. വേറെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ പ്രൈമർ ഇട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പ്രൈമർ ഞാൻ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് ഈ സെയിം പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചേ സ്പോഞ്ചൊക്കെ കൊണ്ടായിരുന്നു ഞാൻ നേരത്തെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രഷ് അങ്ങനെ അധികം ഉപയോഗിക്കില്ലായിരുന്നു, സ്പോഞ്ച് കൊണ്ടായിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഞാൻ ആ സ്പോഞ്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹാർഡ്നെസ് ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അല്ല, അതുകൊണ്ടല്ല. ഇത് ബ്രഷ് കൊണ്ട് ഉപയോഗിച്ചാലും വരും. വളരെ മൃദുലമായിട്ട് വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ചെയ്താലും ഈ ഒരു സെയിം പ്രോബ്ലം കാണാറുണ്ട്. ഫേസ് കാണിച്ചേ, ഡോറയുടെ ഒറിജിനൽ സ്കിൻ ടോണിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസിലേ. ഇനി നമുക്കാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കണ്ണാണ്. കണ്ണിൻ്റെ പണി തീർത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറയുടെ കണ്ണ് ഒരു സ്മോക്കി ഐ ഷെയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനതാണ് ഇന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാവേ. സ്മോക്ക് അടിക്കാം. പൗഡർ ഇട്ട് നമ്മുടെ ആ ഫൗണ്ടേഷൻ ഇട്ടില്ലേ, ആ ഫൗണ്ടേഷൻ ഇട്ടത് നമുക്കൊന്ന് ലോക്ക് ചെയ്യാം ഫേസിലേക്ക്. നേരത്തെ നമ്മൾ കൺസീലറിനല്ലേ പൗഡർ ഇട്ടത്. ഇനി നമ്മൾ ഇട്ടേക്കുന്ന ഫൗണ്ടേഷന് ഒരു ചെറിയ സിമെൻ്റ് ഇട്ട് നമ്മൾ വീട് ഉറപ്പിക്കത്തില്ലേ, അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഫേസ് നല്ല ക്ലീനാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടിരിക്കുന്നില്ലേ ഫേസ് ഇപ്പോൾ. ഇനി നമുക്ക് കണ്ണിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം ആദ്യമേ നമ്മൾ സ്മോക്കി ഐക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഐ ഷാഡോ നമ്മൾ തിരഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഡോറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കളറാണ് തിരഞ്ഞെടുക്കുന്നത്. ഡോറയുടെ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കേട്ടോ. എന്നിട്ട് കണ്ണടച്ചിരി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് കട്ടാണ്. ഹാഫ് കട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ണിൻ്റെ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഹാഫ് കട്ട് ചെയ്യാനാണ് കുറച്ച് പാട്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ
ഒരു ഭാഗം തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തിൻ ലൈനായിട്ട് കിടപ്പുണ്ടല്ലോ, അല്ല സോറി, നല്ല ഹാർഡ് ലൈനായിട്ട് കിടക്കുന്നത് നമ്മൾ നല്ല സോഫ്റ്റ് തിൻ ലൈനായിട്ട് മാറ്റണം. അത് നല്ല സോഫ്റ്റായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കണം. ആ ലൈൻ നമുക്കവിടെ കാണണ്ട. അപ്പം അതിന് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബ്രഷ് എടുക്കുക. ക്ലീൻ ബ്രഷ് എടുത്ത് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇല്ലാത്ത ഒരു ക്ലീൻ ബ്രഷ്. ഓക്കെ, നമുക്ക് ആ ലൈൻ അവിടെ വേണ്ട. ഇനി നമുക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതിന് മേളിൽ കൂടെ, അതായത് കുറച്ച് താഴെയായിട്ട് ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഒരു മെറൂൺ ഷെയ്ഡ് കൊടുക്കണം. കുറച്ച് ഒരു ബ്രൗണോ അല്ലെങ്കിൽ ഒരു മെറൂണോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് നമുക്ക് കൊടുക്കണം. എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് ഗൈസ്. രാത്രി കിടന്ന് ഉറങ്ങണം, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ. ഐഷാഡോ ഇടാൻ വേണ്ടി എടുത്ത ആ ബ്രഷ് തന്നെ ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ വേണം. അത് നമ്മൾ കുറച്ച് താഴെയായിട്ട് ഇട്ട് കൊടുക്കാം. വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇടുന്ന എല്ലാം നന്നായിട്ട് സ്മഡ്ജ് ചെയ്യണം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ലൈൻസ് എല്ലാം അതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ദേ ഈ ബ്ലാക്കാണ്. കണ്ടല്ലോ നിങ്ങൾ, ഈ ബ്ലാക്കാണ് ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് നമ്മുടെ കണ്ണിൻ്റെ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് തൊട്ട് മേളിലായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് കൊടുക്കുമ്പം ഒന്നിത്തിരി ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. കണ്ണടയ്ക്ക്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാം. കാണിച്ചേ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ണടച്ച് കാണിച്ചേ. കണ്ട, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ സ്മോക്കിയായി. ഓക്കെ, സ്മോക്കിയൊക്കെ എപ്പോഴാണെങ്കിൽ ട്രെൻഡ് മാറി, എങ്കിലും ജസ്റ്റ് ആ ഒരു ഇതിൽ കൊടുത്തതാണ്. അതൊക്കെ ചെയ്തിട്ടിടാം. ഇനി നമുക്കാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് കണ്ണെഴുതി കൊടുക്കാം. അത് കണ്ണെഴുതുന്നത് എൻ്റെ രീതിയിൽ എഴുതുകയാണ്, ഡോറ എഴുതുന്ന രീതിയിലല്ല, ഞാൻ എഴുതുന്ന രീതിയിൽ എഴുതും. അപ്പോൾ കൂട്ടുകാരെ, വലിയൊരു പണി കിട്ടിയ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരി കാണാനില്ല. ഇനിയിപ്പോൾ നമുക്ക് പ്രിൻസിയുടെ ഈ കരി വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന കരി കാണുന്നില്ല. ഇനി നമുക്ക് ഈ കരി വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കരിയില്ല. കണ്ണടയ്ക്ക്. അങ്ങനെ നമ്മുടെ കണ്ണെഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, താഴെ നമ്മൾ കണ്ണെഴുതുന്നില്ല, അതിന് പകരം ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രം നമ്മൾ താഴെ കൊടുക്കുന്നുള്ളൂ. താഴെ നമ്മൾ കണ്ണെഴുതുന്നതേ ഇല്ല കേട്ടോ. അതിന് നമ്മൾ നമ്മുടെ വീണ്ടും ഐ ഷാഡോ പാലറ്റ് എടുത്തു. അതിനകത്തുനിന്ന് ഒരു ഡാർക്ക് കളറ് നോക്കിയെടുക്കുക. ഞാൻ ഇവിടെ മേളിൽ നമ്മൾ കൊടുത്തില്ലായിരുന്നോ, അത് തന്നെ എടുക്കുന്നത്. അതെടുത്ത് ലൈൻ ചെയ്യുകയാണ്.
വളരെ ലൈറ്റായിട്ട് മാത്രം കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ നമ്മൾ അത്രയും കണ്ണിൻ്റെ പരിപാടി അങ്ങനെ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി ഏകദേശം ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മസ്കാര ഇട്ട് കൊടുക്കാം. നമ്മുടെ കൺപീലിക്ക് മസ്കാര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ, അതുകൂടെ കാണിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേബ്ലിൻ്റെ മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ലോങ് ലാസ്റ്റ് ആണ്, അതുപോലെ തന്നെ സ്മച്ച് പ്രൂഫാണ്, നല്ല അടിപൊളി ഐറ്റം കേട്ടോ. ഇത് ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മസ്കാര കേട്ടോ ഇത്. അതിന് ചരിഞ്ഞിരിക്കണം പയ്യ. അങ്ങനെ നമ്മൾ ദാണ്ട മസ്കാര ഇട്ട് കൊടുക്കാൻ പോവാണ്. കണ്ണടയ്ക്ക്. അങ്ങനെ തന്നെ ബ്ലഷ് ഇട്ടെടുക്കാൻ പോവാണ്. ഒരു ചെറിയ പിങ്ക് ബ്ലഷാണ് വരുന്നത്. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഇടുന്നില്ല, ലൈറ്റായിട്ട് മാത്രം. ഞാൻ ഫേസിൽ കോണ്ടോർ ചെയ്തിട്ടില്ല കേട്ടോ. കോണ്ടോർ ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ ഡോറയ്ക്ക് ഈ താടിയിലില്ലാത്തതുകൊണ്ട് നമ്മൾ കോണ്ടോർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മാത്രമാണ് കോണ്ടോർ ചെയ്യാത്തത്. പിന്നെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ച് തന്നെ ജസ്റ്റ് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ ഷാഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹെവി ആയിട്ടല്ല, ഒരു ചെറിയ ലൈറ്റായിട്ട് ഒരു ചെറിയ ഷാഡോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവളിരുന്ന് ഉറക്കം തൂങ്ങി എന്നെയും കൂടി ഉറക്കിപ്പിക്കും. അങ്ങനെ വലിയ ചുവപ്പൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, വളരെ ലൈറ്റായിട്ട് ഒരു കളർ ഷെയ്ഡ് ഫേസിൽ കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പുരികം സെറ്റ് ചെയ്യാം. ഇത് പുരികം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ബ്രഷൊക്കെ ഉണ്ടല്ലോ. കയ്യിൽ ഞാൻ കുറച്ച് കരി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം, എൻ്റെ കയ്യിൽ ബ്രൗൺ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എടുത്താലും നമുക്ക് ബ്രൗണിൻ്റെ ഒരു രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഞാൻ ഡോറയുടെ പുരികം വരച്ചിട്ടില്ല, ജസ്റ്റ് ആ പുരികത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ഇത് കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ പുരികം രണ്ടും റെഡിയാക്കിയിട്ടുണ്ട്. നീ വരയ്ക്കുന്ന പോലെയൊക്കെ വന്നോ? കണ്ണാടി എടുത്താലേ എനിക്കറിയത്തുള്ളൂ. കുറച്ചുകൂടി ഞാൻ അറ്റവും നീട്ടും, പിന്നെ ഫ്രണ്ടും കുറച്ച് ഷേപ്പാക്കും, ഈ തുടക്ക ഭാഗം വേണ്ട, ഈ ഒരു രീതിയിൽ മതി. ഇതിപ്പോൾ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് ആട്ടോ. അങ്ങനെ നമ്മളത് ഇത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്കും ഡോറ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അത് മതി, കറക്റ്റ് ഷെയ്ഡാ. ഇന്ന് എൻ്റെയാണ്, അപ്പം ഞാൻ പറയുന്ന രീതിയിൽ. ഞാൻ മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാട്ടോ എടുത്തിരിക്കുന്നത്. മാർസിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്.
ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു ലിപ് ഗ്ലോസും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നില്ല ഡോറയ്ക്ക് ഇന്ന്. സാധാരണ ലിപ്പ് ലൈൻ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നില്ല. നല്ലതായിരിക്കും എപ്പോഴും ലിപ്സ്റ്റിക്ക് ലിപ്പ് ലൈനായിട്ട് ഇടുമ്പം. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഡോറയുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഇതിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ ഈ ലൈറ്റ് വെട്ട് തിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര കളർ. പക്ഷെ കണ്ണാടിയിലോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ അത്ര കളറില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലെ പൊട്ട് ഏകദേശം പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ പൊട്ട് ശരിയല്ല, വേണ്ട. ഹെയർ സ്റ്റൈലിൻ്റെ നോക്കട്ടെ, ഹെയർ സ്റ്റൈൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിന് പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിടയ്ക്കാം, അല്ലെങ്കിൽ വേണ്ട പൊട്ട്. അപ്പം നമുക്ക് ഇന്ന് ഹെയർ മാറ്റി ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം പൊട്ട് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പൊട്ട് വയ്ക്കും, ഇല്ലെങ്കിൽ ഞാൻ പൊട്ട് വയ്ക്കത്തില്ല. ഇന്നത്തെ എൻ്റെ മേക്കപ്പ്, അപ്പം ഇന്നത്തെ നിൻ്റെ ഒരു ഇതും ഞാൻ കൈയടത്തത്തില്ല. പക്ഷെ ചേരുന്നത് വെക്കണ്ടേ? പൊട്ട് എല്ലാരും പറയും പൊട്ട്. ആയിക്കോട്ടെ. ഇന്ന് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ ഇനിയിപ്പം ഡോറയുടെ നിങ്ങൾക്ക് അറിയാം, ഡോറയുടെ ഫേസ് റൗണ്ട് ഫേസ് ആണ്. അപ്പം ഡോറയ്ക്ക് എപ്പോഴും ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിത്തിരി പഫ് വെച്ച് ഹെയർ സെറ്റ് ചെയ്താൽ മാത്രമേ ഡോറയ്ക്ക് ആ ഒരു ഫേസിൽ ആ ഒരു ഇത് വരുത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഫുൾ പഫാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് പഫ് ഇല്ല. അപ്പം അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മുടി എടുക്കുക. ഞാൻ ഒരിക്കലും മറ്റേ ഇങ്ങനെ കോംബ് ചെയ്യില്ല, എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ കോംബ് ചെയ്യില്ല. ഞാൻ അതൊരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡോറയുടെ മുടി ഭയങ്കര സീനാവും. പണ്ടൊരിക്കൽ അങ്ങനെ ചെയ്തിട്ട് അന്ന് നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വന്നില്ലേ ഇടയ്ക്ക്? അന്നില്ല, അജ്മലിൻ്റെ കല്യാണത്തിന് പോയെന്ന്, അജ്മലിൻ്റെ നിശ്ചയത്തിന് പോയെന്ന്. അഷ്റഫ് കാട വീട്ടിൽ താമസിക്കുന്നു. അല്ല, ഫുൾ പഫായിരുന്നു അടുത്ത്. അപ്പം ഈ പഫ് ഇല്ലെങ്കിൽ ഉള്ള എളുപ്പവഴി കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. എല്ലാ ബ്യൂട്ടീഷ്യന്മാരും ഇത് ചെയ്യാറുണ്ട്, പഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. എനിക്കിപ്പം ഓർമ്മ വരുന്നത് എന്താ പറയുക, ഇല്ല കാർട്ടൂണകത്ത് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ട്, ഇങ്ങനെ മുടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ താണ്ട് നമ്മൾ ഡോറയുടെ പഫ് വെച്ച് കെട്ടിയിട്ടുണ്ട്. പഫ് വെച്ചില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ ഹെയർ പഫാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലും ഇട്ട് മാലയിട്ടാം. ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് പൊട്ട് വേണ്ട. പിന്നെ ഡോറയുടെ സിൽവർ ചെറിയ സ്റ്റോൺ പൊട്ട് ഫോട്ടോ എടുക്കാൻ. അപ്പം നമുക്ക് കമ്മലും മാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് കാണാവേ. അപ്പം നമ്മൾ ഡോറയ്ക്ക് ഇതേ ഇട്ട് കൊടുക്കാൻ പോകുന്ന ഈ ഒരു ചോക്കറാണ് കേട്ടോ. മുടി ചെയ്തുകൊണ്ട് ഇഷ്ടമാണ്. ഇങ്ങനെ നീടി കെട്ടാൻ പറ്റത്തില്ലായിരുന്നു. ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കാവേ. ചേച്ചി അതിന് ചേരുന്ന കമ്മൽ വരെ അയച്ചു തന്നോണ്ട് നമുക്ക് അത് തന്നെ.
അപ്പോൾ നമുക്ക് ഡോറയുടെ ഫൈനൽ ലുക്കിന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കാണാം. ഇപ്പോൾ മഴയൊന്നുമില്ല, അപ്പം വെളിയിലോട്ട് ഇറങ്ങിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു ലുക്ക് ഇപ്പോൾ കാണിക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറയുടെ ഫൈനൽ ലുക്ക്. കണ്ടല്ലോ, ഈ രീതിയിലാണ് ഞാൻ ഡോറയെ റെഡിയാക്കിയേക്കുന്നത്. അതായത് എൻ്റെ ഒരു രീതിയിൽ. അയ്യോ, ഇത് കിടന്നങ്ങ് ഓടുക ക്യാമറ. എൻ്റെ കയ്യിൽ ഈച്ചയല്ല, ഉറുമ്പ് കയറി. അപ്പം ഇതേ ഈ രീതിയിലാണ്. ഇതിൽ മേളിൽ മാത്രമാണ് കണ്ണ് ജസ്റ്റ് എഴുതിയിരിക്കുന്നത്. വേറെ താഴെ നമ്മൾ കണ്ണ് എഴുതിയിട്ടില്ല. പിന്നെ ഒരു മസ്കാര ഇട്ടു, ഐ ഷാഡോ ഇട്ട്, പുരുക എഴുതി, ലിപ്സ്റ്റിക് ഇട്ട്, ജസ്റ്റ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം ഈ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു ലുക്ക് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ പറയണം. അപ്പോൾ നമുക്കിനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ.